ഫേമസ് അറബിക് സ്വീറ്റ്സായ ലുക്കൈമാത്താണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ഡേറ്റ് സിറപ്പിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വിഭവം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിനു വേണ്ടി ഒരു കപ്പിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. 3/4 കപ്പ് ചെറു ചൂടുള്ള വെള്ളം കൂടി ചേർക്കാം. വളരെ ചെറിയ ചൂടുള്ള വെള്ളമായിരിക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് 20 മുതൽ 30 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഇതിൻ്റെ മൂടി അടച്ചു വെക്കാം. ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് 1/2 കപ്പ് പുളിയില്ലാത്ത തൈര് എടുക്കാം. പുളിയുള്ള തൈരാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മാത്രം യൂസ് ചെയ്താൽ മതി, കൂടുതൽ ഉപയോഗിക്കേണ്ട. ഇത് പുളിയില്ലാത്ത തൈരായതുകൊണ്ട് ഞാൻ 1/2 കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊങ്ങാൻ വെച്ച ഈസ്റ്റ് ചേർക്കാം. ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഈസ്റ്റും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർക്കാം. മൈദക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഈ മിക്സിൽ മൈദ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കട്ടിയുള്ള ബാറ്റർ കിട്ടുന്ന അത്രയും അളവിൽ മൈദ ചേർക്കുക. ഇഡ്ഡലി മാവിനേക്കാളൊക്കെ അല്പം കട്ടിയിലുള്ള ഒരു ബാറ്ററാണ് ഇതിന് വേണ്ടത്. നമുക്കിത് കയ്യിലെടുത്ത് നല്ല റൗണ്ടാക്കി നുള്ളിയിടാൻ കഴിയണം. അത്രയും കട്ടിയിലുള്ളൊരു ബാറ്ററാക്കിയിട്ട് മാറ്റാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ കയ്യിലെടുത്ത് നമുക്കിങ്ങനെ നുള്ളിയിടാൻ പാകത്തിലുള്ളൊരു ബാറ്റർ വേണം റെഡിയാക്കാൻ. നമുക്കിതിവിടെ അടച്ചു വെച്ച് 3 മുതൽ 4 മണിക്കൂർ വരെ ഇങ്ങനെ വെക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഈ സമയം കൊണ്ട് നമുക്ക് ഡേറ്റ് സിറപ്പ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് കുരു കളഞ്ഞ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഡേറ്റ്സ് ആയതുകൊണ്ട് ഞാനിത് കുതിർത്ത് വെക്കുന്നില്ല. അല്പം ഹാർഡായിട്ടാണ് ഉള്ളതെങ്കിൽ 1-2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സോസ് പാനിലേക്ക് അരിച്ചൊഴിക്കണം. അതിനുവേണ്ടി ഞാനൊരു സോസ് പാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ചീസ് ക്ലോത്ത് അല്ലെങ്കിൽ സാധാരണ ഒരു കോട്ടൺ ക്ലോത്തോ മറ്റോ വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈന്തപ്പഴം മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലുള്ള സിറപ്പ് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളം മുഴുവൻ നമുക്ക് അരിച്ചെടുക്കാം. ഇതിൻ്റെ വേസ്റ്റാണിത്. നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ അരിച്ചെടുത്ത ഈ ഡേറ്റ് സിറപ്പ് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഞാനിത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം എന്നില്ല. ഇടയ്ക്കിടെ ഇതുപോലെ സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. അല്പം ഒരു ഒറ്റനൂൽ പരുവം പോലെയൊക്കെ ഒരു പാകത്തിൽ കുറുക്കിയെടുക്കുക. ഇനി നിങ്ങൾക്ക് ബ്രെഡിനൊക്കെ പുരട്ടാനാണ് ഈ ഈന്തപ്പഴം സിറപ്പ് ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല കട്ടിയാകുന്നത് വരെ കുറുക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ ലുക്കൈമാത്തിന് ഈ ഒരു പാകത്തിലേ വേണ്ടുള്ളൂ. ഞാനിത് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു മഗ്ഗിലേക്ക് ഒഴിച്ചു വെക്കാം. തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഈന്തപ്പഴം സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് മാറ്റി വെക്കുകയാണ്. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മാവ് ഇപ്പോൾ ഏകദേശം 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് പൊങ്ങാൻ വെച്ചിട്ട്. നന്നായിട്ട് പൊങ്ങി ഡബിളായി വന്നിട്ടുണ്ട്. ലുക്കൈമാത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ചൂടാകുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച മാവ് ഇതിലേക്ക് നുള്ളിയിടണം. ഇതുപോലെ മാവ് കയ്യിൽ അല്പം എടുത്ത് തള്ളവിരലിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലെ നുള്ളിയിട്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതുവാണ് സൗകര്യം അതുപോലെ നുള്ളിയിട്ട് കൊടുക്കാം. ഒരു വശം റെഡിയാകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. കൂടുതൽ ബ്രൗൺ ആവാൻ നിൽക്കണ്ട. അപ്പം വല്ലാതെ ഹാർഡായി പോവും. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റണം. അത്ര വരെ ഇതിങ്ങനെ ഇളക്കി എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കുക.
ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. മുഴുവൻ ഡംപ്ലിങ്സും ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഈന്തപ്പഴം സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. സിറപ്പ് ഒഴിക്കാതെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മധുരം വേണമെന്നുള്ളവർ മാത്രം സിറപ്പ് ഒഴിച്ചാൽ മതി. എനിക്ക് സിറപ്പ് ഒഴിക്കാതെ തന്നെ ഇത് കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഡംപ്ലിങ്സാണിത്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലുക്കൈമാത്ത് അഥവാ സ്വീറ്റ് ഡംപ്ലിങ്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.